ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാലിൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടുകയാണ് പാറു. ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ വിഷമമുള്ളതുപോലെ. നീ വിഷമത്തോടെ ഇരുന്ന ഞാൻ എങ്ങനെയാ പാർവതി സന്തോഷമായിട്ടിരിക്കുക എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ എനിക്ക് അടുക്കളയിൽ അല്പം ജോലിയുണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു പാറു പോകുമ്പോൾ വിശാൽ പറയുകയാണ്, ഇവക്കെപ്പോഴും ജോലിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന പാറുവിനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലമെന്ന് പാറു പറയുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, നീ എങ്ങനെ പാർവതി ഈ അമ്പലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ആളനക്കമൊന്നുമില്ലല്ലോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഇവിടെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പൂജാരിയോ പൂജയോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇവിടെ വരുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം പൂജയും വഴിപാടുകളുമൊക്കെ നടത്താം. അല്ല, നീ എന്തിനാ ഈ രാത്രി എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ആ അഘോരി അവിടെ വന്ന് പറയുകയാണ്, നിന്നെ കൊല്ലാൻ. ഇത് കേൾക്കുന്ന വിശാലും പാറുവും ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് അഘോരി അവിടെ ധ്യാനത്തിലിരിക്കുന്നതാണ്. നിന്നെ കൊല്ലാനാണ് ഇവള് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അഘോരി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാലും പാറുവും. തുടർന്ന് പാറു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ല, ഞാൻ വിശാൽ സാറിനെ കൊല്ലാനല്ല കൊണ്ടുവന്നത്, എനിക്ക് വിശാൽ സാറിനെ രക്ഷിക്കണം, ആപത്തൊന്നും വരാതെ സാറിന്റെ ജീവൻ രക്ഷിക്കണം, അതിനുവേണ്ടിയാ ഞാൻ സാറിനെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ആഘോരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പാറു പറയുകയാണ്, അഘോരി സ്വാമി, എൻ്റെ വിശാൽ സാർ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. എൻ്റെ വിശാൽ സാറിന് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും എനിക്കത് താങ്ങാനാകില്ല. ഞാൻ എങ്ങനെയാ വിശാൽ സാറിനെ കൊല്ലുന്നത് എന്നൊക്കെ പാറു ചോദിക്കുമ്പോൾ അഘോരി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നീ തന്നെ കൊല്ലും ഇവിടെ വെച്ച്. നിന്റെ കൈകൊണ്ട് ഇയാള് ഇന്ന് തന്നെ മരിക്കും, നിന്റെ താലിഭാഗ്യം അതോടെ തീരുകയും ചെയ്യും. ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ പറയുകയാണ്, ഇല്ല, ആ വിധി നടക്കില്ല, ഏത് ദൈവത്തിന്റെ വിധിയാണെങ്കിലും ഇത് നടക്കാനേ പോകുന്നില്ല. അതിനു മുമ്പ് ഈ പാർവതി മരിച്ചിരിക്കുമെന്ന് പാറു പറയുമ്പോൾ അഘോരി പറയുകയാണ്, നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇന്നെന്താണെങ്കിലും നീ ഇവനെ ഇവിടെ വെച്ച് കൊന്നിരിക്കണം. പിടിക്കെന്ന് പറഞ്ഞ് ആ അഘോരി തൃശൂലം പാറുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പാറു വിശാലിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. വിശാൽ സാർ, നമുക്ക് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാം, ഭഗവാൻ നമ്മളെ കാത്തോളും. എന്തൊക്കെയാ പാർവതി ഇവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, ആദ്യം സാറ് പ്രാർത്ഥിക്ക്. അതേസമയം അഘോരി തൃശൂലവുമായി പാറുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് പറയുകയാണ്, പിടിക്ക്, നിന്നോട് പിടിക്കാനാ പറഞ്ഞത്. തുടർന്ന് വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അഘോരി വിശാലിനെ കൽമണ്ഡപത്തിലേക്ക് തള്ളിയിടുകയാണ്. തുടർന്ന് പാറുവിനോട് തൃശൂലം പിടിക്കാൻ പറയുമ്പോൾ പാറു ഇല്ലെന്ന് തന്നെ പറയുന്നു. പെട്ടെന്ന് എന്തോ മന്ത്രം ജപിച്ച് പാറുവിൻ്റെ നേരെ അഘോരി ഭസ്മം വീശുമ്പോൾ പാറു അഘോരിയുടെ കയ്യിൽ നിന്നും ആ തൃശൂലം വാങ്ങുകയാണ്. ഇവന്റെ നെഞ്ചത്തേക്ക് നീ ഈ തൃശൂലം കുത്തിയിറക്കണമെന്ന് അഘോരി പറയുന്നു. ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ വിശാലിനെ നോക്കി തൃശൂലം വിശാലിന്റെ നേരെ കൊണ്ടു ചെല്ലുകയും വിശാലിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വിശാൽ അലറുകയാണ്. അതേസമയം പേടിയോടെ ചാടി എഴുന്നേൽക്കുന്ന പാറുവിനെയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് താൻ കണ്ട സ്വപ്നവും എണ്ണമറിഞ്ഞ് വിശാൽ വീണതുമൊക്കെ ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്ന പാറുവിനെയാണ്. അതേസമയം ഒരു സ്വാമിനി അങ്ങോട്ടേക്ക് വരുമ്പോൾ പാറു പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല. കുഴപ്പമില്ല, നിന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടല്ലോ, എന്താ അത്? പ്രശ്നം എന്താണെന്ന് തുറന്നു പറയുകയാണെങ്കിൽ പരിഹാരം പറഞ്ഞു തരാൻ എന്നെ കൊണ്ടാകുമെന്ന് ആ സ്വാമിനി പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാമിനോട് പറയുകയാണ് പാറു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം വിശാൽ സാറിന് ഒരുപാട് അപകടങ്ങളുണ്ടായി. എനിക്ക് ഒരു സമാധാനവുമില്ല. മോള് സമാധാനിക്ക്, ഇതിനൊരു പരിഹാരം ഞാൻ തന്നെ പറഞ്ഞു തരാം. മോള് കാവിയെടുത്ത് ഓരോരുത്തരുടെ അടുത്തു നിന്നും 1 രൂപ വെച്ച് ഭിക്ഷ വാങ്ങി 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി പൊങ്കാല വെച്ച് ദേവിക്ക് സമർപ്പിക്കണം. അതിനുശേഷം ആ പൊങ്കാല നീയും നിന്റെ ഭർത്താവും ചേർന്ന് ഒരു പാത്രത്തിൽ കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. തടസ്സമുണ്ടായാൽ പിന്നെ ഈ പൂജ കൊണ്ട് ഒരു കാര്യവുമില്ല. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, എത്ര കഠിനമായതാണെങ്കിലും ഞാൻ ചെയ്തോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ആ സ്വാമിനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാവ്യ എടുത്തുകൊണ്ട് സ്വാമിനി പറഞ്ഞതുപോലെ ഭിക്ഷക്കായി ഇറങ്ങിയിരിക്കുന്ന പാറുവിനെയാണ്. അങ്ങനെ പാറു എല്ലായിടത്തും പോയി ഭിക്ഷ വാങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അതിലെ പോകുന്ന സുശീലയും ജാസ്മിനും പാറുവിനെ കാണുകയാണ്. ഇവളെന്തിനാ ഇങ്ങനെ ഓരോരുത്തരുടെ നിന്നും ഭിക്ഷ വാങ്ങുന്നത്? കോടിക്കണക്കിന് ആസ്തിയുള്ള വീട്ടിലെ മരുമകളാ ഈ കൂത്ത് കാണിക്കുന്നതെന്ന് സുശീല പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അത് മാത്രമോ, ഗായത്രി ഗ്രൂപ്പ്സിന്റെ ചെയർപേഴ്സൺ അല്ലേ ആ ഭിക്ഷ വാങ്ങുന്നത്? തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, എന്താണെങ്കിലും അവളെ തടയണ്ട, അവൾ ഭിക്ഷ എടുക്കുന്ന വീഡിയോ നമുക്കെടുക്കാം, എന്നിട്ട് എപ്പോഴാ ഉപകാരം വരുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് 101 രൂപ കൊണ്ട് അരി വാങ്ങി ഗായത്രി വില്ലയുടെ വാതിൽക്കൽ തന്നെ പൊങ്കാലയിടുന്ന പാറുവിനെയാണ്. തുടർന്ന് സ്വാമിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊങ്കാല വയ്ക്കുന്ന പാറുവിനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.